ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഉത്കണ്ഠയും ടെൻഷനും എല്ലാം ഉണ്ടാകുന്നത്. എന്നാൽ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യണം എന്ന ഉദ്ദേശം മാത്രം വെച്ച് ചെയ്യുന്ന പ്രവൃത്തി നമ്മളിൽ ഒരിക്കലും ഉത്കണ്ഠയും വിഷാദവും ഉണ്ടാക്കുകയില്ല. ഒരു നല്ല ചിത്രകാരൻ സ്വയം മറന്ന് വരയ്ക്കുന്ന ചിത്രം ആ വര തുടങ്ങി അവസാനിക്കുന്നത് വരെ മറ്റൊന്നിനും നൽകാൻ കഴിയാത്ത ഒരു സംതൃപ്തി അയാളിൽ നിറയ്ക്കുന്നുണ്ട്. കാരണം ആ ചിത്രം വരച്ച് കിട്ടുന്ന പ്രതിഫലമല്ല ചിത്രകാരനെ മുന്നോട്ട് നയിക്കുന്നത്. ആ ചിത്രത്തിൻ്റെ ഓരോ ഘട്ടവും, അതിൽ നിറയ്ക്കുന്ന ഓരോ വർണ്ണവും, ഓരോ വളവും തിരിവും, ഓരോ ഷെയ്ഡുകളും എല്ലാം ആ ചിത്രകാരൻ്റെ മനസ്സിൽ സംതൃപ്തിയും സന്തോഷവും നിറച്ചുകൊണ്ടാണ് ചിത്രം പൂർത്തീകരിക്കുന്നത്. ആ പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് ഉത്കണ്ഠകളില്ല, വ്യാകുലതകളില്ല. കലാകാരൻ അറിയാതെ തന്നെ അയാളിൽ പുതിയ പുതിയ ആശയങ്ങൾ വരികയും അനായാസമായി തന്നെ ചിത്രമായി മാറുകയും ചെയ്യുന്നു. ഇവിടെ ചെയ്യുന്ന കർമ്മത്തിൻ്റെ അവസാന ഫലമല്ല, ചെയ്യുന്ന കർമ്മമാണ് അദ്ദേഹത്തിന് സംതൃപ്തി നൽകുന്നത്. ആ കർമ്മത്തിൽ അത്രയും മുഴുകിയിരിക്കുന്നതിനാൽ തന്നെ സ്വന്തം ഉള്ളിലുള്ള മുഴുവൻ കഴിവുകളും ആ ചിത്രത്തിൽ അനായാസമായി പ്രതിഫലിക്കുകയും ചെയ്തു. നേരെ മറിച്ച് ആ ചിത്രം വരച്ച് തീർത്തിട്ട് ചെയ്യാനുള്ള മറ്റൊരു കാര്യത്തെക്കുറിച്ചോ ചിത്രത്തിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചോ ഒക്കെ ചിന്തിച്ചുകൊണ്ടായിരുന്നു ആ ചിത്രം വരച്ചത് എങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഈ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ മനസ്സിൻ്റെ ആ കാലുഷ്യം ചിത്രത്തിൻ്റെ പൂർണ്ണതയെയും മോശമായി ബാധിക്കുമായിരുന്നു. നമ്മുടെ കർമ്മവും ഇങ്ങനെ ആയിരിക്കുമ്പോഴാണ് അത് കർമ്മയോഗമാകുന്നത്. എന്താണോ ചെയ്യുന്നത് അത് പൂർണ്ണ ശ്രദ്ധയോടെ ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ ഫലത്തെക്കുറിച്ചുള്ള ചിന്തകളോ ഉത്കണ്ഠയോ അതുകൊണ്ടുണ്ടാകുന്ന വിഷാദമോ ഒന്നും നമ്മളെ ബാധിക്കുകയില്ല. മറിച്ച് ചെയ്യുന്ന പ്രവൃത്തി പൂർവാധികം മനോഹരമാകും, സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകും. അത്രയും നല്ലതായി ചെയ്യുന്ന ഒരു കാര്യം ഒരു കാരണവശാലും മോശം ഫലം ഉണ്ടാക്കുകയില്ല എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ചെയ്യുന്ന കർമ്മം നമ്മളിൽ ആത്മവിശ്വാസം നിറയ്ക്കുകയും ചെയ്യും.